ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഓണ സ്പെഷ്യൽ ഓലനാണ്. ഇത് വൻപയറും കുമ്പളങ്ങയും തേങ്ങാപ്പാലും കൂടി ചേർത്തുണ്ടാക്കുന്ന ഓലനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1/2 കപ്പ് വൻപയർ 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു കുക്കർ വെച്ച് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മണിക്കൂർ കുതിർത്ത വൻപയർ ആയതുകൊണ്ട് 1 വിസിൽ കേട്ടാൽ മതിയായിരിക്കും. കുതിർക്കാത്ത വൻപയറാണെങ്കിൽ ഒരു 3 വിസിൽ വേണം. നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് ഓലിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇപ്പോൾ പയർ വെന്തിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് 100 ഗ്രാം കുമ്പളങ്ങ ഞാൻ വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറിവേപ്പില, 1/2 കപ്പ് തേങ്ങയുടെ 2-ാം പാലും 1 കപ്പ് തേങ്ങയുടെ 1-ാം പാലും വേണം. ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ വെച്ച് അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന വൻപയർ ഒഴിച്ചു കൊടുക്കാം. വേവിച്ച വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങയുടെ 2-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ആക്കാം. 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് അടച്ചു വെക്കുന്നത് ഈ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഫ്ലേവർ ഈ കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് 5 മിനിറ്റ് അടച്ചു വെക്കുന്നത്. നമ്മുടെ ഓലൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ സെർവിങ് ബൗളിലേക്ക് എടുക്കാം. ഓണസദ്യ സ്പെഷ്യൽ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു ഓണം റെസിപ്പി ആയിട്ട് കാണാം. ബൈ.